കഴിഞ്ഞ 10 വർഷം കേരളം എന്തൊക്കെ കോലാഹലങ്ങളാണ് കണ്ടതല്ലേ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ വേണമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന അത്രയും മാസ് എൻട്രികളായിരുന്നു നമ്മൾ കണ്ടത്. ക്യാപ്റ്റൻ, ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ, പിന്നെ സഖാക്കളുടെ സ്വന്തം കപ്പിത്താൻ, അങ്ങനെ വിശേഷണങ്ങൾ കൊണ്ട് കേരളത്തെ അലങ്കരിച്ച ഒരാൾ. നമ്മൾ കരുതി ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന്. പക്ഷേ കാലം കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പോൾ കഥയാകെ മാറി. വമ്പിച്ച വിജയങ്ങളിൽ നിന്നും നാണം കെട്ട തോൽവിയിലേക്ക്, അഹങ്കാരത്തിന് ജനം കൊടുത്ത മറുപടിയിലൂടെ പ്രതിപക്ഷത്തേക്ക്. അപ്പോൾ നമ്മളൊക്കെ കരുതിയത് എന്തായിരുന്നു? പിണറായി വിജയൻ മാറിയെന്ന്, പാർട്ടി തിരുത്തിയെന്ന്, ഇനി എല്ലാം പഴയതുപോലെ ആവില്ലെന്ന്. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തെറ്റി. ആ പഴയ കടക്കുപുറത്തെ ശൈലിയും ഒരു രക്ഷയുമില്ലാതെ അതിലും ഗംഭീരമായി കൂടുതൽ പവർഫുള്ളായി തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ സംഭവം? എന്താണ് ഡൽഹിയിൽ നടന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് കടക്കുപുറത്ത് നിന്ന് അലറിയത്? അന്ന് നമ്മൾ കരുതിയത് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. പക്ഷേ അത് പിന്നീട് ശൈലിയായി മാറി. നിങ്ങളുണ്ടല്ലോ, അതൊക്കെ പണ്ടേ പോയതാണ്, വാതിലടയ്ക്കാൻ പറ, അങ്ങനെ നീളുന്നു ഡയലോഗുകൾ. തിരഞ്ഞെടുപ്പിൽ പാർട്ടി അടപടലം തോറ്റപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അദ്ദേഹം പാവമാകുമെന്ന്. തോൽവിക്ക് കാരണം അണികളുടെ ദേഷ്യമായിരുന്നു, നേതാക്കളുടെ പിടിപ്പുകേടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കമ്മിറ്റികൾ കൂടി. MV ഗോവിന്ദനും MA ബേബിയുമൊക്കെ വലിയ തിരുത്തൽവാദികളായി രംഗത്ത് വന്നു. ഇനി നമ്മൾ തിരുത്തും, ജനങ്ങളോട് കൂടുതൽ അടുക്കും, മാധ്യമങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കും എന്നൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ. അണികൾ പോലും വിശ്വസിച്ചുപോയി. ഇനി നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. ഡൽഹിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ക്യാപ്റ്റൻ പഴയ ഫോമിലേക്ക് മടങ്ങി വരുന്നത്. കേരള ഹൗസിൽ വെച്ച വിഴിഞ്ഞം വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ഒന്ന് അഭിപ്രായം ചോദിക്കാൻ ചെന്നു. അത്രയുള്ള സംഭവം. ഉടനെ വന്നു പഴയ പ്രതാപം. നിങ്ങളുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, വടിയും നീട്ടിപ്പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്ന്. ആ ഒരു ടോൺ, ആ ഒരു നോട്ടം, അതാണ് ക്യാപ്റ്റൻ. അന്ന് രാവിലെയും കേരള ഹൗസിൽ വെച്ച മാധ്യമപ്രവർത്തകരോട് കയർത്തതാണ്. വാഹനം അടയ്ക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ന്യൂസ് വേണം എന്ന് വെച്ച് വാതിലടയ്ക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിച്ച് മാധ്യമപ്രവർത്തകരെ ഒരു പാഠം പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഇതാണോ തിരുത്തൽ? ഇതാണോ പാർട്ടി പഠിച്ച പാഠം എന്ന് പറയുന്നത്? ഇവിടെയാണ് CPM കേന്ദ്ര നേതൃത്വം പെട്ടുപോകുന്നത്. തിരഞ്ഞെടുപ്പിൽ തോറ്റ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണിപ്പോൾ. സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കണം, ജനങ്ങളെ കൂടെ നിർത്തണം. അതിന് മാധ്യമങ്ങളെ ഒഴിവാക്കിയാൽ പറ്റുമോ? ഒരിക്കലുമില്ല. മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി യുദ്ധം ചെയ്യാൻ നിന്നാൽ അത് ആർക്കാണ് ഗുണം? ഭരണപക്ഷത്തിന് തന്നെ. ഈ ഒരു ലളിതമായ കാര്യം ഇപ്പോഴും നമ്മുടെ ക്യാപ്റ്റന് മനസ്സിലായിട്ടില്ല. പാർട്ടിയുടെ അകത്ത് നിന്ന് തന്നെ നേതാക്കൾ പിണറായിയുടെ ഈ ശൈലിക്കെതിരെ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനിയും ഇത്തരം പെരുമാറ്റം തുടർന്നാൽ പൂർണ്ണമായും അവർ തീരുമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ചർച്ചയുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട പക്വതയും മറ്റും ഇവിടെ കാണുന്നില്ല. തിരുത്തലുകൾ നടപ്പാക്കാൻ മുൻകൈയെടുത്ത ഗോവിന്ദൻ മാഷും ബേബിയും ഒക്കെ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നുണ്ടാവും? അവർ പറഞ്ഞതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പഴയ ക്യാപ്റ്റൻ തന്നെ കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ക്യാപ്റ്റന് മാറ്റം വരാൻ സാധ്യമല്ല എന്നാണോ? അതോ പാർട്ടിയുടെ തകർച്ചയെന്നും ഇദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നാണോ? ജനം നൽകിയ വോട്ട് പോലും ഇദ്ദേഹത്തിനൊരു പാഠമായില്ല എന്നത് അത്ഭുതകരമാണ്. കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകാൻ പോവുകയാണ്. അത് കേൾക്കുമോ എന്നോ? അതും വീണ്ടും പഴയ ഇരട്ടച്ചങ്കൻ ശൈലിയിൽ തന്നെ മറുപടി നൽകുമോ? എന്തായാലും ഈ കടക്കുപുറത്ത് സീസൺ 2 ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ തിരുത്തൽ നാടകങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി സുഹൃത്തുക്കളെ, ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭരണപക്ഷത്തിന്റെ വീഴ്ചകളും അഴിമതികളും ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമല്ലേ? ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള അവകാശമില്ലേ? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ശബ്ദമാകേണ്ട ആളാണ്. അപ്പോൾ പിന്നെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭരണപക്ഷത്തിന് എതിരായുള്ളതല്ലേ? അത് ചോദിക്കുന്നത് കൊണ്ട് മാധ്യമങ്ങൾക്ക് എന്ത് നേട്ടമാണ്? അവർ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. പക്ഷേ ഇവിടെയാണ്
പിണറായി വിജയന്റെ ശൈലി പ്രശ്നമാകുന്നത്. മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചാൽ അത് സ്വന്തം വ്യക്തിപരമായ അഹങ്കാരത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് അദ്ദേഹം കാണുന്നത്. എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് വാർത്ത വേണോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അവഗണിക്കുന്നത് ആ ചോദ്യം ചോദിക്കാൻ കാരണം ജനം ആഗ്രഹിച്ച കാര്യങ്ങളാണ് എന്നതാണ്. ഇതൊരു പക്വമായ സമീപനമാണോ സുഹൃത്തുക്കളെ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നാളെ ഒരു പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇത്രയും മോശമായി പെരുമാറിയാൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്നും അകലം പാലിക്കും. അപ്പോൾ പിന്നെ ഭരണപക്ഷത്തിന്റെ അഴിമതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എന്ത് വഴിയാണ് ഉപയോഗിക്കുക? സ്വന്തം പത്രസമ്മേളനത്തിൽ മാത്രം സംസാരിച്ച് വാർത്തകൾ ചമയ്ക്കാമെന്ന് കരുതുന്നത് വിഡിത്തമല്ലേ? സത്യത്തിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം കൊണ്ട് അദ്ദേഹം സഹായിക്കുന്നത് ആരെയാണ്? അദ്ദേഹം വിമർശിക്കുന്ന ഭരണപക്ഷത്തെ തന്നെയല്ലേ? മാധ്യമങ്ങളോട് പടവെട്ടി സമയം കളയുന്ന പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ഭരണപക്ഷത്തിന് സന്തോഷം മാത്രമായിരിക്കും ഉണ്ടാവുക. കാരണം യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ പിണറായിയുടെ ഈ ദേഷ്യം അവർക്ക് വലിയൊരു അവസരമല്ലേ നൽകുന്നത്? ഇത് പാർട്ടിക്കും വലിയ തിരിച്ചടിയാണ്. അണികൾക്ക് പോലും ഇത്തരം പെരുമാറ്റം കാണുമ്പോൾ നാണക്കേടായിരിക്കും തോന്നുന്നത് എന്ന് പാർട്ടിക്കുള്ളിലെ ചർച്ചകളിൽ നിന്നും വ്യക്തമായിരിക്കും. ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ ഒരു മറുപടി കൊടുത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഈ പെരുമാറ്റ രീതിക്കെതിരായ വികാരം കൂടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യബോധം നേതൃത്വം കാണിക്കുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതാണോ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ജനങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇനി വരുന്നത് ഏറ്റവും വലിയൊരു തമാശയാണ്. തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ CPM കാണിച്ച ഒരു മാസ് പരിപാടിയുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ നീളുന്ന മഹാ മീറ്റിങ്ങുകൾ, തോൽവിക്ക് കാരണം കണ്ടെത്താൻ ഓരോ മീറ്റിങ്ങും ഓരോ റിപ്പോർട്ടും. അതായത് ബ്രാഞ്ച് കമ്മിറ്റിയിൽ തുടങ്ങി ലോക്കൽ കമ്മിറ്റി വഴി ഏരിയ കമ്മിറ്റിയിലെത്തി അവസാനം ജില്ലാ കമ്മിറ്റിയിൽ വരെ എത്തുന്ന ആ തിരുത്തൽ പ്രക്രിയ. ഇത് കാണുമ്പോൾ തോന്നും എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്ന്. കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിച്ച നേതാക്കൾ വട്ടത്തിലിരുന്ന് ചർച്ചയാണ്. എന്തുകൊണ്ട് തോറ്റു? ആരാണ് വോട്ട് കുറച്ചത്? അണികളുടെ പരാതി എന്താണ്? അവസാനം റിപ്പോർട്ടും തയ്യാറാകും. പക്ഷെ ആ റിപ്പോർട്ടിൽ എന്തായിരിക്കും ഉണ്ടാകുക? അതിലാണ് സുഹൃത്തുക്കളെ തമാശ. പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണം, ജനങ്ങളുമായി കൂടുതൽ അടുക്കണം, നേതാക്കൾ അഹങ്കാരം കുറയ്ക്കണം, ഇങ്ങനെയുള്ള വലിയ വലിയ ഉപദേശങ്ങൾ. ഇത് കേട്ടാൽ തോന്നും ഇവർക്ക് ഇത്രയും കാലം ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന്. ഇത്രയും മീറ്റിങ്ങുകൾ കൂടി, ഇത്രയും പണം ചിലവാക്കി നേതാക്കൾ ഇത്രയും നേരം പ്രസംഗിച്ചിട്ട് അവസാനം എന്തുണ്ടായി? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പിണറായി വിജയന്റെ ആ പഴയ കടക്കുപുറത്തെ ശൈലി തന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഈ കമ്മിറ്റികളും മീറ്റിങ്ങുകളും വെറും ഐവാഷ് മാത്രമായിരുന്നു. അണികളെ സമാധാനിപ്പിക്കാനും ജനങ്ങളെ പറ്റിക്കാനും വേണ്ടി മാത്രം നടത്തിയ വെറും നാടകങ്ങൾ. ഒറ്റക്കൊള്ളൽ പോലും തിരുത്താൻ കഴിയാത്ത പഴയ വാശിയിൽ തന്നെ നിൽക്കുന്ന ഈ നേതാക്കളെ വെച്ചാണോ നിങ്ങൾ ഇനിയും തിരുത്തൽ നടത്താൻ പോകുന്നത്? ബ്രാഞ്ച് മുതൽ ജില്ലാ കമ്മിറ്റി വരെ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അണികളുടെ വേദന കേൾക്കാൻ ഒരു കാതും നേതാക്കളുടെ അഹങ്കാരം കുറയ്ക്കാൻ ഒരു മനസ്സും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിക്ക് ഈ ഗതി വരുമായിരുന്നു. ഇതൊക്കെ വെറും ഷോയാണ് സുഹൃത്തുക്കളെ. യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടത് തിരുത്തൽ കമ്മിറ്റികളല്ല, മറിച്ച് തങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കാനുള്ള ഒരു നട്ടെല്ലാണ്. പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ട് ഇനിയും വരും ഇത്തരം മീറ്റിങ്ങുകൾ, ഇനിയും വരും തോൽവികൾ. എന്തായാലും പാർട്ടിക്ക് കോമഡി ഷോകൾക്ക് ഒരു കുറവുമില്ല, അതൊരു ആശ്വാസമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. തിരഞ്ഞെടുപ്പ് തോൽവിയും ആ തിരുത്തൽ നാടകങ്ങളും കഴിഞ്ഞ് ജനങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. അവിടെ നിന്ന് നമ്മുടെ ക്യാപ്റ്റനും പാർട്ടിയും വീണ്ടും പഴയ ആറ്റിറ്റ്യൂഡിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ ശത്രുക്കളായി കാണുന്നതും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷോഭിക്കുന്നതും കടക്കുപുറത്ത് എന്ന് ആക്രോശിക്കുന്നതും ഒരു നേതാവിന് ചേർന്നതാണോ എന്ന് ചിന്തിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ്. എന്തായാലും ക്യാപ്റ്റൻ ഈ നിർദ്ദേശങ്ങൾ കേട്ട് പഴയ ഇരട്ടച്ചങ്ങൻ ശൈലി മാറ്റി കുറച്ചുകൂടി സഹിഷ്ണുതയുള്ള ഒരു നേതാവായി മാറുമോ, അതോ വീണ്ടും പഴയ ട്രാക്കിൽ തന്നെ വണ്ടി ഓടിക്കുമോ? നമുക്ക് അത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.